ഗുഡ് മോർണിംഗ്, ഹാപ്പി സാറ്റർഡേ. ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല രസമുള്ള കാലാവസ്ഥ. അങ്ങനെ ചൂടില്ല, ഭയങ്കര ചൂടൊക്കെ ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട്, സഹിക്കാൻ പറ്റാത്തത്. ഇപ്പം എന്തേ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ സുഖമായിരിക്കും. അപ്പം ഇതേതെങ്കിലും അടയ്ക്കട്ടെ. നെറ്റ് സോ അടുക്കളയിലൊക്കെ പോവുകയാണ് രാവിലത്തെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പരിപാടികളുണ്ട്. രാവിലെ 6:19 സമയം. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ വേണ്ടിയിട്ട് അരി ഉഴുന്ന് രണ്ടും ഒരുമിച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഇന്നലെ രാത്രി, അതായത് വൈകിട്ട് 6 മണിക്ക് ശേഷം ഇട്ട് വെച്ചു. ഒരു ഫുൾ നൈറ്റ് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് അരയ്ക്കണം. അപ്പം വൈകുന്നേരത്തേക്ക് ഇഡ്ഡലിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്രൈൻഡർ ഓൺ ആക്കാൻ പോവുകയാണ്. ഓൺ ആക്കുന്ന മുമ്പ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കല്ലൊക്കെ വെച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. എനിക്ക് ഹൈറ്റ് കുറവാണ് കേട്ടോ. അപ്പം താഴെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റൂൾ വെക്കാണ്ട് എനിക്ക് ഇതിലിങ്ങനെ എത്തി നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് താഴെ കൊണ്ട് വെക്കണം. ഉപ്പ് ഇപ്പോഴേ ഇട്ട് മിക്സ് ചെയ്യണം. ചെറിയ സ്പൂൺ, 3 സ്പൂൺ. ഇതെല്ലാം ഒന്നരയാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് ചായ വയ്ക്കണം. ചായയും ബ്രെഡ്, വേറൊന്നുമില്ല. ഇനി വേണം എനിക്ക് പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് റെഡിയാവാം. അപ്പം അതവിടെ കിടന്ന് തിളക്കട്ടെ. ലൈറ്റ് അണച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വാഷ്റൂമിൽ വന്നു. എന്തിനാ? പല്ല് തേക്കാനായിട്ട്. രാവിലെ ഉറക്കാഴ്ച ഇത് തീർന്നില്ല. 5:05 കണ്ട് കഴിഞ്ഞിട്ട് ഉറക്കാഴ്ചതായി. പിന്നെ കിടന്നു. സാറ്റർഡേ അല്ലേ, എന്തിനാ അണിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ട്. ഇനി അന്നേരം ഓർത്തത് അരിയെല്ലാം കൊണ്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നല്ലോ, അരച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതായതായാലും വെച്ചു. കുറച്ച് ദിവസം ഞാൻ ദോശമാവും ഇതൊക്കെ അരച്ചിട്ട് ഭയങ്കര മടി. അതുമല്ല, ചൂട് കാരണമേ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല അങ്ങോട്ട്. എല്ലാത്തിനും നമ്മൾ കാലാവസ്ഥേനെ കുറ്റം പറയും. വൈ ദിസ് കൊലവരി? സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബ്ലെയിം ചെയ്യുന്നത് എന്തിനെങ്കിലും എല്ലാത്തിനും ബ്ലെയിം ചെയ്യണം. ആർക്കെങ്കിലും ഇത് അങ്ങ് എന്താ പറയുന്നത്, അവൻ്റെ തലക്കിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് കാലാവസ്ഥയുടെ തലയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ചുട്ടു കാരണം ഒന്നും ചെയ്യാൻ വയ്യ. സത്യമാണ് കേട്ടോ, പക്ഷെ എനിക്ക് തോന്നുന്നതാ. ഓക്കെ, അപ്പോൾ ഞാൻ പല്ലേശയ്ക്ക് റെഡിയായിട്ട് വരാം.
ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. പിസ്സയുടെ ടേസ്റ്റിൽ എടുക്കാമെന്നുള്ളത്. ഒരു ചീസ് സ്ലൈസ്, ഇച്ചിരി ഉള്ളി, ഇച്ചിരി പച്ചമുളക് ഇട്ടിട്ട് അടുത്ത ബ്രെഡും കൂടി വെച്ചിട്ട് ഇതൊക്കെ അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം, അതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളിയും സവാളയല്ല ഇങ്ങനെ ചെത്തി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തിൻ സ്ലൈസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ബ്രെഡിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഈ പിസ്സ എങ്ങനെ വയ്ക്കുന്ന പിസ്സയുടെ മേലിൽ കുറച്ച് മഷ്റൂംസും ഇച്ചിരി സവോളയും പച്ചമുളകിൽ അലപ്പിനോ മറ്റേ വലിയ ഇതില്ലേ പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് എരിവ് ഓക്കെ ആയതുകൊണ്ട് ചെറിയതായിട്ടൊന്ന് നമ്മുടെ സാധാരണ പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യുക, കട്ടി കുറച്ചിട്ട് ഒറ്റയടിക്ക് ഇടരുത്. കാരണം ബ്രെഡിൻ്റെ അകത്തിരുന്ന് ചവയ്ക്കുമ്പോൾ നമുക്കറിയത്തില്ല എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത്. ഇച്ചിരി മതി കേട്ടോ വീടിന്. എന്നും ബട്ടറും ജാമും ഒക്കെ തേക്കാണ്ട് ഈ രീതിയിൽ ആ ഒരു സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ടോസ്റ്റിനകത്തിട്ടിട്ട് അടുത്ത ലെയർ സ്ലൈസ് അടുത്ത സ്ലൈസ് ചീസായിട്ട് മടക്കി വയ്ക്കാം. എന്നിട്ട് ഒരു ബ്രെഡ് പീസ് ഒരു ബ്രെഡ് സ്ലൈസും കൂടി വെച്ചിട്ട് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അടുത്തൊരു റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് ചായയോടേക്ക് കേൾക്കുന്നുണ്ടോ? എനിക്ക് മൈക്കില്ല സംസാരിക്കാനായിട്ട്. മൈക്ക് നേരിച്ച് ഫങ്ഷൻ ചെയ്യാൻ അറിയില്ല. ഗ്രൈൻഡർ സൈഡിൽ കൂടെ ഓടുവാണ്. അതിനകത്ത് നിന്ന് മണം വന്നു തുടങ്ങി. കണ്ടോ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സവാളയുടെ പകുതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഈ സൈഡ് വെച്ചിട്ട് ഒരു പച്ചമുളകിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വയ്ക്കാം. എന്നിട്ട് അതിനകത്ത് അടുത്ത സ്ലൈസ് വയ്ക്കണം. ഇത് മൂടി കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് മൊരിയട്ടെ. നല്ലോണം വന്നിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ.
മാറ്റിയിട്ട് നമുക്ക് അടുത്ത സ്ലൈസ്. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ബ്രെഡും ചായയും. ദോശമാവ് എന്താണെന്ന് നോക്കാം. ഏതാണ്ട് കുറച്ച് നേരം ഓടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്കായതുകൊണ്ട് ഇനി ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഭയങ്കര കട്ടിയായിട്ടിരിക്കുവാണ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഓടട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് നിർത്തിയിട്ട് ബേസിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അവിടെ ഇരിക്കട്ടെ. തീർന്നു. ഇനി ഇത് ക്ലീൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ടെമ്പറേച്ചറിൽ വൈകുന്നേരം തന്നെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. നന്നായിട്ട് പൊളിച്ചു കിട്ടും. നന്നായിട്ടില്ല, ലൈക്ക് ആവശ്യത്തിന്. അപ്പം വൈകുന്നേരം ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ റെഡിയാവും. ഇത് മട്ടൻ കിട്ടിയാൽ വാങ്ങിക്കണമെന്നുണ്ട്. മട്ടൻ കറിയും ഇഡ്ഡലിയും നല്ല കോമ്പിനേഷൻ കേട്ടോ. ഈ ചമ്മന്തി സാമ്പാർ ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരിക്കൽ നോൺ വെജുമായിട്ടൊന്ന് കഴിച്ചു നോക്കണം. തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, ഐ തിങ്ക് കർണാടക, ഈ 3 സ്ഥലത്തും ഈ ഒരു കോമ്പിനേഷനിൽ ഇഡ്ഡലി ഓട്ടിക്കാറുണ്ട്. കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടോ എന്ന് അറിയത്തില്ല. മട്ടൻ തന്നെ വേണമെന്നില്ല, ബീഫ് കറി വയ്ക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കഴിച്ചു വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂടോടെ എടുക്കണം, അല്ലാണ്ട് തണുത്തിട്ട് എടുത്ത് കഴിക്കുന്ന ആ ഒരു ഇതില്ല. അറ്റ്ലീസ്റ്റ് തണുത്തിരിക്കണമെങ്കിൽ ഒന്നും കൂടി ആവി കയറ്റിയിട്ട് ആ ഒരു 4 ഇഡ്ഡലി കുറച്ച് ഈ കറിയും വെച്ചിട്ട് എന്താ ടേസ്റ്റ് എന്നറിയോ? ഓക്കെ, ഇതൊക്കെ ഇനി ഞാൻ കഴുകി ഒതുക്കി വരുമ്പോഴത്തേക്ക് ഒരു ടൈമാവും. അപ്പം അതുവരെ ഒരു വിരാമം. കല്ല് കഴുകി വെച്ചിട്ടോ. കല്ല് ഉടനെ കഴുകിയില്ല എന്നുണ്ടെങ്കിലല്ലേ നെക്സ്റ്റ് ടൈം അരയ്ക്കാൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എനിക്കറിയില്ല, അതൊരു സ്മെല്ല് പോലെ വരും. ലൈക്കണോ മില്ലിലൊക്കെ മാവ് അരയ്ക്കാൻ പോകുന്ന അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു പുളിച്ച സ്മെല്ല് വരില്ലേ, അതുപോലെ. അപ്പം കല്ല്, ചോപ്പിംഗ് ബോർഡ് ഇതുപോലെ അരച്ചു കഴിഞ്ഞാൽ, ചോപ്പിംഗ് ബോർഡിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യുന്നത്, ഇത് കത്തിരിക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഓരോ യൂസിന് ശേഷം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഭയങ്കര ചിലപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള വൈറസ് ഒക്കെ ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഞാൻ പറയുന്നത്. സോ നമ്മുടെ ആരോഗ്യം അത്ര നല്ല ആരോഗ്യമല്ല. സോ അതിനനുസരിച്ചിട്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ് എനിക്ക്. ഇതും കൂടി ഒന്ന് നന്നായിട്ട് തേച്ച് വയ്ക്കണം ബാക്കിയുള്ള വെള്ളത്തിൽ. ചെറിയ ഗ്രൈൻഡറാണ്. അപ്പം 3 ഗ്ലാസ് അരി 1 ഗ്ലാസ് ഉഴുന്ന്, 3:1 റേഷ്യോ കോമ്പിനേഷനാണ് ഞാൻ എപ്പോഴും മാവ് അരയ്ക്കുന്നത്.
അതായത് 1 kg. ഈ 1 kg ഇവിടെ വന്നതിന് ശേഷം, ഞാൻ നാട്ടിലെ കാര്യമല്ല പറയുന്നത്, നാട്ടിൽ കുറേ ഇടുമായിരുന്നു. അതായത് 1.5-2 കിലോ അടുപ്പിച്ചിട്ട് ഒരുമിച്ച് അയച്ചു വയ്ക്കും. അവിടെ ഗ്രൈൻഡറും വലുതായിരുന്നു, ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. ഇനിയിപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടിയോ എന്നൊരു സംശയമില്ലാതില്ല, കട്ടിക്ക് അരച്ചിരുന്നത്. ഫസ്റ്റിൽ കിടക്കട്ടെ. ദോശയെങ്കിൽ ഇഡ്ഡലി ആയില്ലെങ്കിൽ ദോശ എടുക്കാം. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ ഇന്നത്തെ ഈ കിച്ചണിലെ വർക്ക് തീരും. ഇന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മെഷീന് യൂഷ്വലി ഞാൻ ലോണ്ട്രി രാവിലെ വെച്ചുകൊണ്ട് അതൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അതെല്ലാം മറന്നു. ഇന്ന് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ഒരു എക്സ്റേ എടുക്കണം. അപ്പം അതിൻ്റെ തിരക്കിലായിരിക്കും ഇനിയുള്ള ഉച്ചയ്ക്ക് അങ്ങോട്ടുള്ള സമയമൊക്കെ. വീട്ടിൽ വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. അല്ലെങ്കിലും വീട്ടിൽ വിളിക്കുന്ന കുറവാണ്. ഒരു കോണ്ടാക്റ്റ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ടെല്ലാം പോയതുപോലെ പോവും. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അധികം വിളികളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതാ പേടി. ലൈക്ക് എൻ്റെ ഈ സ്വഭാവത്തിന് പൂജ യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണ്. അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് താമസിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഉപ്പ് ലേശം കുറവുണ്ട്. ഇനി ദോശ ഇഡ്ഡലി ചുടുമ്പോഴത്തേക്കേ ചുടുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അവിടെ പട്ടികളുടെ ഒരു അടിമപ്പെട്ടാണ്. നടുക്ക് പട്ടാള നേതാവെ പോലെ അങ്ങേരും കഞ്ചാവ് മൂത്ത് കഴിയുമ്പോൾ ഉയർത്തിന്റെ ഡ്രീമാ. ലക്ഷണം കണ്ടിട്ട് അയാൾ ഏതാണ്ടെന്ന് സാധിച്ചെടുത്ത പോലെ ഉണ്ട്. മലയുടെപ്പുറം താമസമുള്ള സ്ഥലമാണ്. മലയുടെ പാതിക്ക് വെച്ചിട്ട് ബ്രഹ്മഗിരി റിസർവ് ഫോറസ്റ്റ് തുടങ്ങും. പിന്നെ കൊണ്ട് കർണാടക ആൾതാമസമൊന്നുമില്ല. അത്രല്ലേ ഏത് മലയുടെ ഏത് മൂലദോശ ഏത് തപ്പാനാ. മൊത്തം മലകളും മൂലകളും അല്ലേ. മറ്റേ താമസിക്കുന്ന ആ മലയാറ്റി പെണ്ണുമ്പിള്ളി അച്ഛനടക്കം വന്ന് കാണാറുണ്ടെന്നാ എന്റെ വിശ്വാസം. പക്ഷെ അവിടെ ചെന്ന് വെക്കാൻ നമുക്കാവില്ല. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നായ്ക്കൾ അച്ഛന് വിവരം കൊടുക്കും. അയാള് വീണ്ടും വിളിക്കും. കുര്യച്ചനെ ഒറ്റയ്ക്ക് വീഴ്ത്താൻ പറ്റുന്ന നീ കരുതണ്ട. പക്ഷെ ഒരുമിച്ച് നിന്നാ ചിലപ്പോ നടക്കും. നമ്മള് തമ്മിലുള്ളത് അത് കഴിഞ്ഞിട്ടാവുന്നില്ല. ഭംഗിയൊന്നുമില്ല. മറ്റേ സൈഡ് വലിയ പില്ലോ കവറാണ് കേട്ടോ. ലൈക്ക് ലെങ്തി ഇങ്ങനെ നീളത്തിൽ ദിവാൻ ടൈപ്പ് പില്ലോസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ പില്ലോ കവേഴ്സ്. അപ്പൊ എന്റെ പില്ലോ ഇതിന്റെ പകുതി വരത്തുള്ളൂ, ലൈക്ക് ബാക്കി ഇങ്ങനെ തൂങ്ങിയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് കാണിക്കുവാണ്. സോ ഇതെല്ലാം വാഷബിളാണ് സാധനങ്ങൾ. നമുക്ക് ഒരു ദിവസം കൊണ്ട് മെഷീനിൽ ഇട്ടിട്ട് എല്ലാം വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും പില്ലോസ് വരെ. അപ്പൊ അവൻ പറഞ്ഞ പട്ടണത്തിലെ കഥകളൊക്കെ കള്ളം. നേരെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ബർഗർ കേസിന്റെ വിചാരണ ടൈമിൽ മുങ്ങിയ ഒരു 4ാം പ്രതിയുണ്ട്, മണികണ്ഠൻ. ബാക്കി ഇത്രയും സ്പേസ് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം. നമ്മുടെ ഈ പീസിന്റെ സെയിം സൈസ് ആൻഡ് ഫിഗർ. ഉറപ്പിക്കാൻ ഫോട്ടോസും സ്കെച്ചസ് ഒന്നുമില്ല.
വെരിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് അപ്പൂട്ടി തുടങ്ങാം. ഇവിടെ കൂടുതൽ കണക്ഷൻ ഹൈലോ. എൻ്റെ അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് കറക്റ്റ് ഇത് മാറ്റിയിരിക്കും ഇതുപോലെ. സോ അങ്ങനെ ഇത് വെച്ചോ. ഇനി 2 ചെറിയ പില്ലോ ഉണ്ട്, അതിനൊരു കവർ സൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് അതും കൂടി എടുക്കുകയാണ്. പില്ലോ കേസസ് ഒക്കെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് വെക്കണോ, അതെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. നോക്കട്ടെ മാഷോ എന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ. കഞ്ഞീരുമെല്ലാം കളിക്കൊടുത്ത് വയറിളക്കെ അത് പറഞ്ഞ് 2 ലക്ഷത്തിൽ അഡ്മിറ്റ് ചെയ്യാം. പച്ചവെള്ളം കിട്ടിയാൽ പോലും കണ്ടോ മുമ്പിലും പാർട്ടിക്കും കൊടുത്ത് ടെസ്റ്റ് ചെയ്തതാണോ. കിട്ടാത്തതുകൊണ്ട് കയ്യിൽ കിട്ടിയത് വരുന്നുണ്ടായിരുന്നു. ഇതിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ, പേര് അതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം സമയമാകുമ്പോഴത്തേക്ക് അന്വേഷിച്ച് നടക്കാണ്ട് എടുക്കാം. 4-5 മാസം തരാത്ത സ്ഥലമില്ല. ഇത് ഞാൻ ഈ ഷെയ്ഡ് കാണുന്നുണ്ടോ, മിഷനിൽ നനച്ചിട്ട് ഡ്രയറിൽ കൊണ്ടിട്ടു. ഡ്രയറിൽ ചൂട് കൂടിയിട്ട് ബേൺ ആയതാണ്. ഇതുണ്ട്, നനയ്ക്കുമ്പോൾ ചൂടോടെ പില്ലോസ് വരെ നനച്ച് വയ്ക്കും. അപ്പം അകത്തൊരു ഒരു പഞ്ഞി പോലത്തെ വേറൊരു പാറ്റേൺസ് ആണെന്നാണ്. അപ്പം കൂടുതൽ ചൂടടിപ്പിക്കാണ്ട് പെട്ടെന്ന് നിർത്തണം. അത് ഓർത്തില്ലായിരുന്നു. അപ്പം അതിൻ്റെ ആ ഇത് ബേണതിൻ്റെ ഒരു മാർക്കാണ് ഉള്ളത്. അവന്റെ മാമ പണ്ടങ്ങാണ്ട് ബ്രഹ്മഗിരി ഫോറസ്റ്റ് വാച്ചറായിരുന്നു. വീട് വരുമ്പം കഞ്ചാവൃഷിക്കാർ അവിടെ ഒരു മലയുടെ പൊത്തൊരു സ്റ്റോപ്പ് കൊണ്ട് ഒളിപ്പിക്കുന്ന എന്റെ രാവിലത്തെ പരിപാടി ഏതാണ്ടൊക്കെ ഒതുങ്ങാറായി. ഇത് 10-30 കൊല്ലം മുമ്പാ. ബ്രഹ്മഗിരി റിസർവ് ഇപ്പഴാ ഭാഗത്താണൊന്നുമില്ല. ബെഡ്ഷീറ്റൊക്കെ വെച്ചു. ഇനി ഈ വെച്ചിരിക്കുന്നത് ആ താഴെ കാണുന്നുണ്ടോ, ലൈക്ക് ആ സൈഡിൽ എല്ലാം കൊണ്ട് നനയ്ക്കാൻ ഇടണം. എൻ്റെ മണ്ണിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മണ്ണെല്ലാം ഇതെൻ്റെ മണ്ണിൻ്റെ കളക്ഷനാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ അതിനകത്ത് കിട്ടുന്ന ചപ്പും ചവറും ഒക്കെ ഇട്ടിട്ട് ലൈക്കണോ. കുറേ വളമാണ് ഇത്. ആക്ച്വലി മണ്ണെന്ന് വെച്ചാൽ മണ്ണല്ല, ഇത് തടിയുടെ പൊടി എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. അപ്പം യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതൊക്കെ ഞാൻ ഇതിനകത്ത് കൊണ്ട് ഇടുന്നുണ്ട്. അതൊക്കെ ഏതാണ്ട് ഈ ഒരു ഇതായിട്ടുണ്ട്, നല്ലൊരു ഇത് ഫെർട്ടിലൈസർ മാത്രമായിട്ട്. ഇത് ഒരു 3, 4 1 2 3 4 5 ലെയർ കവറിൽ അടഞ്ഞിരിക്കുവാണ്. പക്ഷേ പാക്ക് നോക്കുമ്പോൾ ഇത്രയുണ്ട്. പണ്ട് യൂസ് ചെയ്തിരുന്നത് പിന്നെ കുറേ കാലത്തേക്ക് ഉപയോഗിച്ചിട്ടില്ല, ചെടികളൊന്നും വെച്ചിട്ടില്ല അവിടെ. അപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ വെജിറ്റബിൾ ബാസ്ക്കറ്റിൽ നിന്ന് 2 ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അതായത് മുളച്ചു തുടങ്ങി. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് കളയുന്നതിന് പകരം ഞാൻ വിചാരിച്ചു ഈ മണ്ണ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇട്ട് നോക്കാം. ഏതായാലും സമ്മർ തീരാറായി. വീട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഒന്നും കാണത്തില്ല. ഒരു കുറച്ച് ഇലകളായിട്ടൊന്നും ഉണ്ടാവില്ല. ആകെ കൂടി എൻ്റെ കയ്യിലിരിക്കുന്ന മണി പ്ലാന്റും പിന്നെ ഈ പുല്ലാണ്, വെറും പുല്ലെങ്കിൽ പുല്ല് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് വെച്ചത്. വേറെ ഒന്നുമില്ല എൻ്റെ അടുത്ത്. എല്ലാം ഡ്രൈ ആയിപ്പോയി. ഇപ്രാവശ്യം ചെടികളൊന്നും വാങ്ങിച്ചതുമില്ല. അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ നോക്കുകയാണ് ഇന്നത്തെ. അപ്പം ബാസ്ക്കറ്റ് ചെയ്താലും നിറയ്ക്കാൻ പോവുകയാണ്. ഒരു ചകിരിയുടെ ഒരു തൊണ്ടുണ്ട്, കാരണം വെള്ളം ഒഴിച്ചാലും അതിലേക്ക് അങ്ങോട്ട് നേരങ്ങ് താഴെ ഡ്രെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇച്ചിരി മണ്ണിട്ടിട്ട് പിന്നെ ഇത് വയ്ക്കും. ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇച്ചിരി ഇലയായിട്ട് വന്നാലും മതി. വീട്ടിലൊരു ഗ്രീൻ ഒരു ലൈഫ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടേ. അല്ലാതെ ഉരുളക്കിഴങ്ങ് കിലോ കണക്കിന് മുളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കുക്കിങ്ങിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നൊന്നുമല്ല. ഒരു ഇല വീട്ടിലേക്ക് 2 ആ സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായി ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വെച്ച ചെടികളൊന്നും വരുന്നു. എനിക്ക് ഒക്കെ ചില കൈകൾ വെക്കുമ്പോഴത്തേക്ക് എന്ത് വെച്ചാലും ചുമ്മാ അങ്ങ് വരും. അറിയത്തില്ല ഇത് ചെയ്യാനായിട്ടേ. കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരൊക്കെ കർഷകരാണ്.
അവർക്ക് എന്ത് വെച്ചാലും വരും. ഞാൻ ഒരു വേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഏതായാലും ആവശ്യത്തിന് മണ്ണും ഇത്രയും ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പകുതി. ഇനി ഇതെല്ലാം ആസ് ഇറ്റ് ഈസ് പഴയതുപോലെ ആക്കിയിട്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇനി എന്തെങ്കിലും ഞാൻ ഈ ചെടികളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിരിക്കുന്ന മണ്ണാണ്. ഇതിനകത്ത് കുറേ ബാസ്ക്കറ്റ്സ് ഉണ്ട്, 1, 2 ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഉപയോഗിക്കാത്തത്. വീട്ടിൽ ആ ലോണ്ടറി റൂമിലല്ലേ, അതിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. എല്ലാം കൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് വെച്ചിരിക്കും. പിന്നെ ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്കിത് സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കാം. അപ്പം ഇപ്രാവശ്യം ഏതായാലും 1 ആഴ്ച 2 ആഴ്ച ഇനി അങ്ങോട്ട് കുറച്ച് സമ്മറുണ്ട്, ഇല്ലയെന്നല്ല, വെയിൽ നെക്സ്റ്റ് വീക്കൊക്കെ വരും. ജീവൻ അങ്ങ് വരുവാണെങ്കിൽ സക്സസ് ആവും. പിന്നെ ഇച്ചിരി ഇല മാത്രമായിട്ട് നിലയ്ക്ക് വന്നാൽ മതി. വീഴാണ്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഏതായാലും കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ മണ്ണൊക്കെ ഒന്ന് വെള്ളം കുടിച്ചിട്ട് ഇന്ന് ഏതായാലും മൂടിയിരിക്കുക. ക്ലൈമറ്റ് ലൈക്ക് ക്ലൗഡിയാണ്. നാളെ ടെമ്പറേച്ചർ, നാളെ അല്ല, ഈ ലൈക്ക് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും 20-25 നല്ല വെട്ടവും സൺലൈറ്റൊക്കെ വരും. ആ സമയം കൊണ്ട് അത് പൊടിച്ച് വരുമോയെന്ന് നോക്കാം. അപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടി ഏതായാലും ഞാൻ തുടങ്ങി. ഇവിടെ കുറച്ച് പച്ച കത്തിരിക്കയല്ലേ, അതും ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു ടൈപ്പ് ലൈക്കിനോ ഒരു കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കുറച്ച് കറിയായിട്ടല്ല, റോസ്റ്റ് ചെയ്തെടുക്കാനോ വറുക്കാനോ എന്തെങ്കിലും ചെയ്യണം. അതിനും വെള്ളത്തിയിട്ട് വെച്ചിരിക്കണം. എല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. 2 വലിയ തൈ പീസസ് ഉണ്ട് ഇതിനകത്ത്, പിന്നെ അല്ലാണ്ട് കുറച്ച് കഷ്ണങ്ങളുണ്ട്. അപ്പം ഇതാണ് കുക്കർ. ഏതായാലും അവിടെ വെച്ചു. സവാളയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് റെഡിയാക്കി ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഒരു എളുപ്പക്കറിയാണ് കേട്ടോ. അധികം മെനക്കെട്ടാണ്ട് അരപ്പോ അങ്ങനെ ഒന്നും ഇല്ലാതെ എങ്ങനെ എടുക്കാമെന്നുള്ളത്. ഇതിന് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. കത്തിരിക്ക കറിയെന്ന് വെക്കുകയാണ് ഞാനിപ്പം. എനിക്ക് എൻ്റെ എക്സാക്ട് പേരുകളൊന്നും അറിയത്തില്ല, കാരണം എൻ്റെ കണ്ടുപിടുത്തമാണല്ലോ. വേറെ ആരും ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പച്ചമുളകാണ്, മുളക് പൊടി ഇടാൻ പാടില്ല. ആന്ധ്രയിലൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാക്കുക. എന്ത് വെജിറ്റബിൾസ് കിട്ടിയാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇച്ചിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കും. അത് അത്രേ ഉള്ളൂ. വേറെ പറയത്തക്ക രീതിയിൽ എനിക്ക് പേര് അങ്ങനെ ഇല്ല പറയാനായിട്ട്. അതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം കത്തിരിക്കയൊക്കെ അരിയുമ്പോഴത്തേക്കല്ലേ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ കളറ് വല്ലാണ്ട് വരും. സോ ചെറുതായിട്ട് ചെറിയ കത്തിരിക്ക സൈസ്, അപ്പം അതങ്ങ് വലുതാണെങ്കിൽ ഒരു 4 കഷ്ണമാക്കിക്കോ, ഇല്ലയെന്നുണ്ടെങ്കിൽ 2 കഷ്ണം. പെട്ടെന്ന് വെന്തുടയുകയും ചെയ്യും. ഇത് ചട്ടിയിലിട്ട് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. നോക്കട്ടെ ചട്ടിയിലിട്ട് ചെയ്യാൻ പറ്റുമോ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മാത്രമല്ലോ കാണുന്നില്ല, എവിടെ കൊണ്ട് വെച്ചോന്നും അറിയില്ല. ഫ്രിഡ്ജിലുണ്ടോ എന്ന് നോക്കണം. അപ്പം പെട്ടെന്ന് എങ്ങനെ കാര്യങ്ങൾ നടത്താം. മട്ടനും ഇഡ്ഡലി ഒക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ഏതായാലും ചിക്കൻ എടുത്ത് പുറത്തിട്ട സ്ഥിതിക്ക് നോ മട്ടൺ. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ സാമ്പാർ. ഈ ബാക്കി വന്ന ഈ ഇതില്ലേ കത്തിരിക്ക കറി ബാക്കി ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പരിപ്പ് വേവിച്ചിട്ട് കുറച്ച് മുരിങ്ങാക്കോലും കഷ്ണങ്ങളും അതൊക്കെ ഇട്ടിട്ട് ഇതും വെച്ചിട്ട് നമുക്ക് സാമ്പാറാക്കാം. അറിയാം, നമ്മുടെ പച്ചക്കറികൾ തന്നെയാണ്. എന്തും എങ്ങനെയും ഇൻവെൻറ്റ് ചെയ്യാം. അവനവൻ്റെ അടുക്കളയിൽ എന്തുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിന് ഈ പേര് ഇതിങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത്, അങ്ങനെ ഒരു അതിൽ കഥയിൽ ചോദ്യമില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഈ കറികളിലും ചോദ്യം ഉണ്ടാകാൻ പാടില്ല.
വീട്ടമ്മ എന്തുണ്ടാക്കി തന്നാലും കണ്ണു അടച്ച് തിന്നുകൊണ്ടും ഒരു തെറ്റും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അതങ്ങനെ കിടക്കട്ടെ. ഇനി ഉള്ളി അവനവൻ്റെ അടുക്കളയിൽ ഒരു അടുക്കള ഉണ്ടോ, കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് എന്തും ഉണ്ടാക്കാം കേട്ടോ. സത്യം പറയുന്നത്, ഞാൻ എൻ്റെ മാത്രമല്ല, ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും കഴിക്കണം. എല്ലാവർക്കും അവനവൻ്റെ അടുക്കളയിൽ കുറച്ച് സാധനം ഉണ്ടോ അവർ ഫുഡ് ഉണ്ടാക്കിയിരിക്കും. അപ്പം ഇന്ന് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം ഇത്. ഇതിന് ചെറിയൊരു ക്യൂബ്സ് ആയിട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കേട്ടോ, ചെറിയതായിട്ട്. അപ്പം സവോളയായി. ഇതൊക്കെ എത്ര മിനിറ്റ് കൊണ്ട് എടുക്കുന്നു? 2 മിനിറ്റ് കഷ്ടിക്ക്. തക്കാളി 4 കഷ്ണമായിട്ട് ചെയ്തു. അതവിടെ ഇരിക്കട്ടെ. നൗ വാട്ട്? പാത്രം എടുക്കാം. ഇതിലും ചെയ്യാൻ പോവാണ്. സോ അടുപ്പ് ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല. ആവശ്യത്തിന് എണ്ണ ഇടുവാണ്. ഇച്ചിരി പുളി വേണം. ഒരു ചെറിയ നെല്ലിക്കയുടെ ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്തൊരു സീഡ് ഉണ്ട് കേട്ടോ, അത് മാറ്റിയിട്ട് വേണം ഇടാൻ. ഓക്കെ, ആ എണ്ണ ഏതാണ്ട് ചൂടായിട്ടുണ്ട്. കടുകൊന്നും പൊടിക്കുന്നില്ല, ജസ്റ്റ് ഈ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് കട്ട് ചെയ്യുന്നില്ല, ആസ് ഇറ്റ് ഈസ് അങ്ങനെ പോവാണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ കത്തിരിക്ക. ഞാൻ കൂടുതൽ മൂപ്പിക്കുന്നില്ല കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയതിനു ശേഷം ഇതിൻ്റെ ഒരു ചെറിയൊരു ഇത് വന്നിട്ട് ഈ തക്കാളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിക്കും, മല്ലിപ്പൊടിയും ഉപ്പും ഇച്ചിരി ലേശം കായം പുളിയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്ക് എടുക്കാം. ഏതാണ്ട് ഇതുപോലെയായി. ഇനി ഇതിലേക്ക് ഈ വെളുത്തുള്ളി ഉപ്പ്, കായം, മല്ലിപ്പൊടി, മഞ്ഞൾ,
വാളംപുളിയാണ്, ഒരു ചെറിയൊരു നെല്ലിക്കയുടെ സൈസ് വേണം. എന്നിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒപ്പിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഉടച്ചെടുക്കാൻ പോവുക. അത്ര ഉള്ളു ചെയ്യുന്നത്. ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരുമിച്ചും തീരും. 10 മണി ആയതേ ഉള്ളൂ. എന്നൊരു സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നടക്കുമെന്ന് അറിയത്തില്ല. ഒരു എക്സ്ട്രാ എടുക്കാനായിട്ട് ആവശ്യമുണ്ട് ജയിലിന്. അപ്പം ആളങ്ങനെ ഇരിക്കും. പോകുന്ന മുമ്പ് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് പോയാലോ വരുമ്പോൾ ഫുഡ് മുഷ്ടാണ്ട് ഭോജനം കഴിക്കാമല്ലോ. പിന്നെ വന്നിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. രാവിലത്തെ ക്ലീനിങ്, വാഷിങ്, ഡ്രയർ, ബ്രേക്ക്ഫാസ്റ്റ്, വീട് തൂത്തു കഴിഞ്ഞു, തുടച്ചിട്ടില്ല. പിന്നെ എന്താ എന്തൊക്കെ ചെയ്തു ഞാൻ. എൻ്റെ റൂട്ടീൻ ബ്ലോക്ക് എല്ലാ വീട്ടിലും നടക്കുന്ന ഓരോ പരിപാടികളും. എൻ്റെ ഈ 4 മുറിക്കകത്ത് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോഴേ ഇത് ഐസ് പിടിച്ചിരിക്കുന്നത് ശരിയാവുന്നില്ല. ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഐസ് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇപ്രാവശ്യം തണുപ്പ് പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നു. വന്നതിനും കൊള്ളായിരുന്നു. എന്താ ചൂട്, ഉഷ്ണം സഹിക്കാൻ പറ്റുന്നില്ല. 2-3 ദിവസത്തെ ചൂടുണ്ട്. ലൈക്ക് ഒരു സീതാറ്റസ് ഡീഹൈഡ്രേറ്റ് നമ്മൾ വാടി പോവുകയാണ്. ദേഹത്തിൽ മൊത്തം വെള്ളം ഊറ്റിയെടുക്കുന്ന മാതിരി തോന്നും. ഡീഹൈഡ്രേഷൻ. ഇവിടെ ചെടികളൊക്കെ വീട്ടിനകത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ വെള്ളം ഇല്ലാണ്ട് ജസ്റ്റ് ഇല കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അത് വാടിയിരിക്കുന്നു. എന്ത് ഭംഗിയാണെന്ന് അറിയോ വാടിയ ഇത് കാണാൻ. ഡെക്കറേഷൻ പീസസ് ആയിട്ടൊക്കെ വെക്കാൻ. അതുപോലെ ഞാനും അങ്ങനെ ആവുകയാണ്. കുക്കറിൽ അരി വെച്ചിട്ട് വിസിൽ വരാറായി. പച്ചമുളകിന് എരിവുണ്ടോയെന്ന് അറിയത്തില്ല. കുറേ പച്ചമുളക് ആയിട്ട് കിട്ടും. അപ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് ഉടച്ചെടുക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു സാധനം കിട്ടും. ഇങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് പരിപ്പൊക്കെ നമ്മുടെ നാട്ടിൽ ആന്ധ്രയിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് എടുക്കും. അതിൻ്റെ പേര് പുളകൂര അങ്ങനെ എന്താ പറയുന്നത്, പുളക്കൂറ അതുതന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എക്സാക്റ്റ് ടെക്നോളജി അതാണോ ശരിക്കുള്ള ആന്ധ്രയിലൊക്കെ പറയണമെന്ന് അറിയത്തില്ല. എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നത്. ഇന്ന് അതിൽ പരിപ്പിടുന്നില്ല എന്നേ ഉള്ളൂ. ജസ്റ്റ് പച്ചക്കറി മാത്രമായിട്ട്. അതുപോലെ ചീന അമരിക്ക അത് വെച്ചിട്ട് എക്സാക്റ്റ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. വെണ്ടയ്ക്ക അതും. ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഉണക്ക മീനില്ലേ അതിൽ ഉള്ളി, ചെറിയ ഉള്ളിയില്ലേ കുഞ്ഞുള്ളി, അത് വഴറ്റിയിട്ട് കരിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെത്ര ഇട്ടിട്ട് ഇച്ചിരി ലേശം വെള്ളത്തിൽ ഈ ഉണക്ക മീൻ, ഉപ്പുമീൻ അതിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കി അത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന രീതിയിൽ എടുക്കണം. ഭയങ്കര ഗ്രേവി ആയിട്ട് കുറച്ച് കുറുക്കി എടുക്കുന്ന രീതിയിൽ. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഇതും വെച്ചിട്ട് കഴിക്കണം ഫുഡ്. യമ്മി ടേസ്റ്റാണ്. എൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ. വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഉണക്ക മീൻ ഇതിൻ്റെ കൂട്ടത്തിലോ എന്ന് ആലോചിക്കുന്നവരും കാണും. പക്ഷെ നമുക്ക് ഇതൊക്കെ പോരും. എസ്പെഷ്യലി മാന്തലിൻ്റെ ഉണക്ക മീനാണെങ്കിൽ ഓക്കെ. ഇത് ഏതായാലും ഉടനെ ആവും തോന്നില്ല. ഐസ് മാത്രം ഇരിക്കും. അപ്പം ബാക്കി പരിപാടി നോക്കിയിട്ട് ഞാൻ വരാം. കുക്കറിൻ്റെ ഒരു ആവിയായി. ഇനി 1-2 ആവിയാകുമ്പോഴത്തേക്ക് ഞാൻ നിർത്തും. ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. ഇത് നോക്കിക്കേ.
പൊടിയുണ്ടോ എല്ലാം ഒരുമിച്ച് ഇട്ടിരുന്നത് അതെല്ലാം ആ വെള്ളത്തിൽ തന്നെ ഇതിന്ന് വരുന്ന വെള്ളം ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടുമില്ല. ഓക്കെ, ഒന്ന് ചെറിയ ഇതിൽ സ്റ്റീം ആവണം. എല്ലാം കൊണ്ട് തിരിച്ചു വെച്ചു. അതിനകത്തുള്ള ഇത് തൊടുമ്പോൾ തന്നെ എൻ്റെ ഉടഞ്ഞു വരുവാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് കറികളിലും ഉപ്പും മുളകും പുളിയും ഒക്കെ കയറുവാണെങ്കിൽ അതിന് എല്ലാ ടേസ്റ്റും കിട്ടും. അപ്പം ചിക്കൻ ഏതായാലും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനത് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി കറിവേപ്പിലയും പിന്നെ മിൻറ്റ് പുതിന ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിരവ് എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് പതുക്കെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അത് ആ പാനിൽ ഷാലോ ഫ്രൈ അതാണ് ഉദ്ദേശിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇച്ചിരി നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ അല്ലെങ്കിൽ തൈര് ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചാൽ അതിൻ്റെ പുളിപ്പും കിട്ടും. പെട്ടെന്നൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടൈമില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ ഏതായാലും നാരങ്ങ എടുക്കുന്നില്ല, വിനീഗർ എടുക്കാൻ പോകണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ സ്പൈസസ് ഒക്കെ കയറുമ്പോൾ തന്നെ ഒരു പേരിന് ലേശം അത് ഏതായാലും അവിടെ ഒന്ന് ഇരുന്ന് സെറ്റാൻ പറ്റി എണ്ണയൊക്കെ കഴുകിയിട്ട് വന്ന് എണ്ണയൊക്കെ വെച്ച് റെഡിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിവിടെ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ. അടപ്പ് വയ്ക്കുന്നില്ല, അടപ്പ് വെച്ചാൽ സ്റ്റീം കയറിയിട്ട് അത് കറിയാവും. അപ്പം എനിക്ക് റോസ്റ്റ് ചെയ്യാനാണ്, ലൈക്ക് ഷാലോ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാവും. അപ്പോൾ ഇതെന്തായെന്ന് നോക്കാം. കത്തിരിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഇനിയൊന്ന് മാഷ് ചെയ്തിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇല്ല കയ്യിൽ, എൻ്റെ കയ്യിലുള്ള ഓയിൽ ലൈക്ക് അതിൻ്റെ മേത്തോടെ പച്ച വെളിച്ചെണ്ണ എങ്ങനെ ഇടുമോ നമ്മൾ കറികൾ വാങ്ങി വെക്കുമ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം മുളകത്രയും ലൈക്ക് ആസ് ഇറ്റ് ഈസ് അങ്ങനെ ഇരിക്കുവാണ്. ഇത് എരിവിനനുസരിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം 2-3 എടുത്തിട്ട് ഉടച്ചിട്ട് നോക്കും, ടേസ്റ്റ് ചെയ്ത് നോക്കും.
എരിവ് കൂടുവാണെങ്കിൽ ബാക്കി ആസിഡീസ് അങ്ങനെ തന്നെ വയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഉടച്ചെടുക്കും. അപ്പം ഇതെല്ലാം ഉടച്ചെടുത്തിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്യണം കേട്ടോ. ഇന്ന് ടേസ്റ്റിയാണ് കേട്ടോ, കഴിച്ചു നോക്കണം. ഇത് കറികൾ വെജിറ്റബിൾസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത വീട്ടിൽ കുട്ടികൾ ആരെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഒരു കറിയായിട്ടൊന്ന് കൊടുത്തു വെക്കുക. അറിയത്തില്ല എന്ത് വെജിറ്റബിൾ ആണെന്നുള്ളത്, പക്ഷെ ചിലതൊക്കെ ചെന്നിരിക്കുകയും ചെയ്യും. ആ തക്കാളിയുടെ പുളിപ്പും അല്ലാതെ ഇട്ട പുളിയുടെയും കത്തിരിക്കയുടെ പച്ചമുളക് ഉടയുന്നതിൻ്റെ ആ വാസന അതെല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട്. എമ്മി ആയിട്ടുള്ള ഒരു ഫുഡ്. ഒരു 3-4 പച്ചമുളക് ഞാൻ ഓൾറെഡി മാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പുളിപ്പ് കുറച്ച് കയറി നിൽപ്പുണ്ട്, എരിവ് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ രാഗി മുദ്ദയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനേഴ്സാണ് പുളക്കൂറ്. ഇത് ബാക്കി വരികയാണെങ്കിൽ കളയരുത്. നെക്സ്റ്റ് ഡേ സാമ്പാർ പരിപ്പില്ലേ അത് കുറച്ച് വേവിച്ചിട്ട് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. സാമ്പാർ തോറ്റു. ഈ പച്ചക്കത്തിരിക്കയ്ക്ക് അകത്ത് സീഡ്സ് കുറേ ഉണ്ട്. എനിക്ക് അങ്ങനെയുള്ള കായ് ഭയങ്കര ഇഷ്ടമാണ്. പിഞ്ച് കത്തിരിക്കയാണ്, സീഡ് വേണം, കുറേ വേണം. നല്ല ടേസ്റ്റാണ് അത്. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല, ബട്ട് ഞാൻ ഐ പേഴ്സണലി പ്രിഫർ ടു ഗോ വിത്ത് ദാറ്റ്. തായ്ലാൻഡുകാരുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ പച്ചവഴുതനങ്ങ ചെറുത്. ഓക്കെ, ഞാനിപ്പോൾ ഏതാണ്ട് ആക്കിയിട്ടുണ്ട്. എനിക്ക് എരിവ് അധികം ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ എല്ലാ പച്ചമുളകും ഒക്കെ ഏതാണ്ട് ഉടച്ചെടുത്തു. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതിലിനി ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കാൻ പോവുകയാണ്. ഇത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല കേട്ടോ. ഞാൻ ചൂടോടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. കത്തിരിക്ക കറിയും വെച്ചിട്ടുണ്ട്. ഒരു ടൈപ്പ് പുളിയും കറി. ചിക്കൻ ആകുന്നേ ഉള്ളൂ. സൈഡിൽ കൂടെ ഒരു കഷ്ണം കൂടെ കിട്ടുമോ നോക്കട്ടെ. ഇച്ചിരി മൊരിഞ്ഞ പാട്ട്. ഒന്നുകൂടി ആവാണ്ട്. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റിംഗ് ടൈം. നല്ല ചൂട്. പക്ഷേ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ഒന്നിനും കൊള്ളില്ല. അടുപ്പിനെടുത്തിട്ട് നേരിട്ട് കഴിക്കാം. കുറച്ച് ചിക്കനും കുറച്ച് കറിയും
പുളിപ്പ് ഇച്ചിരി കയറി നിൽപ്പുണ്ട്. അത് പിന്നെ ഞാൻ പറയും, ഞാൻ ഇത്രയും പുളിപ്പ് യൂസ് ചെയ്യത്തില്ല. പക്ഷെ ഇന്ന് എന്താണെന്നൊന്നും അറിയില്ല. തക്കാളിയുടെ ആണോ അത് പുളി? ഒരു ചെറിയൊരു നെല്ലിക്ക സൈസ് ഇട്ടുള്ളൂ. എനിക്കൊന്ന് ആ ഇട്ട ക്വാണ്ടിറ്റി വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടായിരിക്കും. ബെസ്റ്റ് ഇസ് ഓക്കെ. ഞാൻ വൈകുന്നേരം കുറച്ച് സാമ്പാർ പരിപ്പ് വേവിച്ചിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഡ്ഡലിക്കുള്ള സാമ്പാറാവും. ബട്ട് യൂഷ്വലി ഇതും വേണം. രാജ്യമുദ്ദ കഴിക്കുമ്പോഴത്തേക്കും ഇത്ര പുളിയെങ്കിലും വേണം. നമ്മുടെ അവിയലില്ലേ, തേങ്ങ ഇതൊന്നും ഇടാണ്ട് ചെയ്യുന്നത് ഏതാണ്ടൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു പച്ചക്കറി മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് വഴുതനങ്ങ, ചീനമരയ്ക്ക, വെണ്ടയ്ക്ക ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറയുകയാണ്, സെപ്പറേറ്റ് ആയിട്ടിട്ട്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതേ രീതിയിൽ അവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, നിങ്ങൾ എന്ത് എണ്ണ യൂസ് ചെയ്താൽ വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതും ചോറും പപ്പടവും വെച്ചിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ്. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വലിയ എരിവോ അങ്ങനെ ഒന്നുമില്ല. കറക്റ്റ് ഉപ്പും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇപ്പം മുരിങ്ങ ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ്. ഇതിന് കുറച്ചേരം കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇതാക്കണം, മുരിങ്ങ കിട്ടും. അപ്പം എൻ്റെ ഇവിടുത്തെ ഉച്ചയ്ക്കുള്ള കുക്കിംഗ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. ഇനി പുറത്തോട്ട് പോവുകയാണെങ്കിലും അവിടുത്തെ കാഴ്ചകൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതും കൂടി ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ഇന്നും റേറ്റ് കുറവുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാൻ വന്നതാ. ചെടികൾക്ക് സീസൺ തീരാറായി. ഉദ്ദേശിക്കുന്ന ചെടി ഒന്നും കാണുന്നില്ല. നിറയെ ഫ്ലവേഴ്സ് വരുന്ന ചെടികളാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇതായിട്ടല്ല, ഇതൊക്കെ പല കളേഴ്സിൽ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ചെടിയൊന്നും ഇവിടെ ഇല്ല. എണ്ണയുടെ റേറ്റും ഇതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും എന്തൊക്കെ കഴിച്ചിട്ട് പോവാന്ന്. അവിടെ ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ നമുക്കിപ്പോൾ ഡോക്ടറിനെ അസൈൻ ചെയ്തത് ജിം പാറ്റേഴ്സിനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ക്ലിനിക്ക് നമുക്ക് അസൈൻ ചെയ്ത് തന്നത് സ്റ്റെല്ലാർ ഹെൽത്തിൻ്റെത്. അത് ഈ ഡയറക്ഷനിലൂടെ തന്നെ പോകും. ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകണം ഒറ്റയടിക്ക്. അത് ലൈനിൽ അങ്ങ് പോവും. അതിൽ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. നമ്മുടെ ഗാർലിക് ബ്രെഡ് വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗാർലിക് ബ്രെഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം, ടോസ്റ്റ് ചെയ്തിട്ട്. അതായത് കിച്ചണിൽ കൊണ്ട് വെച്ചു. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റ്. ഇത് രസം നോക്കാം. അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുവാണ്. മൊത്തം വരുന്നു, നല്ല ക്ഷീണമുണ്ട്.